ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട മസാലയാണ് കേട്ടോ ചെയ്യുന്നത്. കാണുന്ന സമയത്ത് പന്നീർ പോലെ ഉണ്ടാവും, പക്ഷേ പന്നീരല്ല, നമ്മൾ മുട്ട കൊണ്ടാണ് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മസാല റെഡിയാക്കി എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 6 മുട്ടയോടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 മുട്ട എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു 3-4 പേർക്കൊക്കെ ധാരാളം കഴിക്കാം കേട്ടോ. അപ്പോൾ അതിന് ആവശ്യാനുസരണം പോലെ നമുക്ക് പീസുകൾ കിട്ടും. അപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെയാണ്. പക്ഷെ നമ്മൾ ആവിയിൽ എന്ന് പറയുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കണം, അതുകൊണ്ട് ആവിയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പാത്രമാണ് കേട്ടോ. നമ്മൾ സ്ക്വയറായിട്ട് ഞാൻ ടിഫിൻ ബോക്സാണ് എടുത്തത്. നമുക്ക് പന്നീർ പോലെ സ്ക്വയറായിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ടിഫിൻ ബോക്സ് എടുത്തത്. നിങ്ങൾ ഏത് പാത്രത്തിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് വിട്ട് വരാനായിട്ടാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ 2 പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി മൂടി വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് മൊത്തത്തിൽ മൂടാനായിട്ട് ഒരു തട്ടുകൂടെ വെച്ചിട്ട് നമുക്കതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുന്ന സമയത്ത് മുട്ടയുടെ ആ ഒരു അംശമൊന്ന്, അതായത് വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു 5 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയ പട്ടയും കുറച്ച് ഗ്രാമ്പും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇതിട്ട് ചൂടായി വന്നതിന് ശേഷം 2 വലിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറിക്ക് പറയുന്ന സമയത്ത് മസാലപ്പൊടികളോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ ഒരുപാട് തേങ്ങാപ്പാലോ അതൊന്നും നമ്മൾ ചേർക്കാൻ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഉള്ളി ചേർത്തത്. അങ്ങനെ നമ്മുടെ ഉള്ളി ഇതുപോലെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മളൊരു 3 പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു കറിക്ക് പറയുന്ന സമയത്ത് എരിവിന് നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നത്, വേറെ മസാലപ്പൊടികളായിട്ട് നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട്, അത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്തത് കേട്ടോ. അപ്പോൾ പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി വന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ്, അതായത് ഒരു 3 തക്കാളി ചേർക്കുന്നുണ്ട്. നമ്മൾ കറിക്ക് എത്ര തക്കാളി വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കളർ ചേഞ്ച് ആവും, നല്ലൊരു റെഡ് കളറാവും. നല്ല പഴുത്ത തക്കാളി എന്ന സമയത്ത് നമുക്ക് കറി നല്ലൊരു ചുവന്ന കളർ കിട്ടും കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല പഴുത്ത തക്കാളി എടുക്കാം, നല്ല ചുവന്ന നല്ല പഴുത്ത തക്കാളി എടുക്കുക. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരട്ടെ. അങ്ങനെ വഴണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഈ രീതിയിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പ് തന്നെ ആവശ്യത്തിന്, അതായത് നമ്മുടെ ഉള്ളി വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അത് നമ്മുടെ എരിവിന് ആവശ്യാനുസരണം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കറി, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കട്ടോ, ചേർത്തതിനുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുരുമുളക് പൊടി മാത്രം ചേർക്കുന്ന സമയത്ത് എപ്പം ചെയ്തതിനേക്കാളും കുറച്ച് വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കുന്നത്. ഇപ്പം നമ്മൾ കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുക. നല്ല തിളച്ച വെള്ളം വേണമെന്നില്ല, പക്ഷേ ചെറിയ ചൂടുള്ള വെള്ളമെങ്കിലും നമ്മൾ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ ആദ്യം വന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരു 1/2 ടീസ്പൂൺ, അങ്ങനെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്ന രീതിക്ക് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, എണ്ണ നമ്മളൊക്കെ തേച്ച് കൊടുത്ത കാരണം നമുക്ക് അധികം ഒട്ടില്ല. പക്ഷേ ചൂടോടെ എടുക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വിട്ടുവരും. എന്നിട്ട് നമ്മൾ പന്നീരൊക്കെ കട്ട് ചെയ്യുന്ന രീതിക്ക് സ്ക്വയർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാകും. നമ്മൾ പന്നീർ പോലെ തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പീസ് പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ എടുക്കുന്നത് കുറച്ച് വലിയ വലിയ പീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മുട്ട ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതുപോലെ നമ്മുടെ മുട്ട എല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് തന്നെ ഉണ്ട്, കണ്ടില്ലേ.
അപ്പോൾ ഇതുപോലെ നമ്മുടെ മുട്ട ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയും നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണെങ്കിൽ ചേർക്കട്ടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ മുട്ട ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ആദ്യം നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ മുട്ട ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചൊന്നും വെക്കണം, ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കളിക്കുന്ന രീതിക്ക് ഒരു മിനിറ്റ് 2 മിനിറ്റ് നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പതുക്കെയാണ് നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിയിലും കസ്തൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിയിലയും കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ കറി നല്ല തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രേവി ഒരുപാടില്ലല്ലോ, നമ്മൾ കുറച്ച് തന്നെയല്ലേ വെള്ളം ചേർത്ത് കൊടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെന്താ നമ്മൾ വേറെ ഒന്നും ചേർക്കാത്ത തന്നെ ഒരുപാട് വെള്ളമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇപ്പം ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും ഇല്ല കേട്ടോ, നമ്മുടെ മുട്ട അത് പാത്രത്തിൽ അരികിലൊക്കെ പിടിച്ചിരുന്ന ചെറിയ കുറച്ച് പീസുകൾ മാത്രം മുകളിലേക്ക് ഇട്ട് കൊടുത്താണ്, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട മസാല റെഡിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ചെയ്യുന്നതിനേക്കാളും ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുണ്ടാവും ഈ ഒരു കറി. അതിപ്പോൾ കുട്ടികൾക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ മുട്ട വേവിച്ചിട്ടോ അല്ലെങ്കിൽ ഉടച്ചൊഴിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന കറിയാണെങ്കിലും ഇത് ശരിക്കും ഒരു വെറൈറ്റി തന്നെ. എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ടൊരു കറിയായിരിക്കും ഇത് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നല്ല ചൂടോടുകൂടി നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തിൻ്റെ കൂടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട മസാലയും കൂടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ എത്ര കഴിച്ചാലും മതി വരില്ല എന്ന് പറയട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുണ്ടാവും. കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കൊതിയാവുന്നുണ്ടാവും ഈ ഒരു മുട്ട മസാല. അതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടും ഉണ്ടാവും. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.